നല്ല നാടൻ രീതിയിൽ സോസേജ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അതിനുവേണ്ടി ഒരു പാൻ എടുക്കുക. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കടുകും 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിലോട്ട് 2 വലിയ സവാള അരിഞ്ഞതും 10-15 കൊച്ചുള്ളിയും 6-7 വെളുത്തുള്ളി അരിഞ്ഞൂടെ ഇട്ട് കൊടുത്ത് ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇതിനെ വഴറ്റിയെടുക്കുക. ഈ രീതിയിൽ വഴണ്ട് വരുമ്പോഴത്തേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് പച്ച സ്മെൽ മാറുന്ന ഇളക്കിയെടുക്കുക. ഇതിലോട്ട് ഒരു 20 സോസേജാണ് ഇതുപോലെ മുറിച്ചത് അതിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ നല്ലതായിട്ട് ഇളക്കിയെടുക്കണം. അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇത് പകുതി വരെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 1/2 ടീസ്പൂൺ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ഇതിനെ നല്ലതായിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. ഈ രീതി ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പോട് ഒഴിച്ച് കൊടുത്ത് ഇളക്കി നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്.